ശരിക്കും നമ്മൾ ഈ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ശരിക്കും പുറത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ശരിക്കും ആൾക്കാർക്ക് പേടിയാണ്. കാരണം ഞാനും അങ്ങനെ ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെങ്കിൽ പരമാവധി തന്നെ പുറത്തുനിന്ന് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് പല ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറയാനുണ്ട്. കാരണം അവർ അവിടെ കയറി കഴിച്ച് നല്ല ഫ്രഷ് ഫുഡാണ് കിട്ടുന്നതെന്ന് എപ്പോഴും എന്നെ വിളിച്ച് പറയാം, ഇങ്ങനൊരു ഹോട്ടലുണ്ട് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ എറണാകുളത്ത് പോകുന്ന റൂട്ടിൽ ചേർത്തല കഴിഞ്ഞ് തുറവൂർ അമ്പലം എത്തുന്നതിന് ഒരു 2.5 കിലോമീറ്റർ മുമ്പ് അവിടെ ഒരു മിൽമ കാറ്റിൽ ഫീഡ് പ്ലാന്റ് ഉണ്ട്. അതാണത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഹോട്ടൽ, ദ വില്ലേജ് റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നല്ല ഫുഡ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണവും കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും കളയാൻ പറ്റില്ല, കാരണം നല്ല ഫുഡാണെന്ന് പറഞ്ഞു. ബാക്കി വിശേഷങ്ങളെല്ലാം ഉള്ളി കരുതാൻ അറിയാം അല്ലേ. പോവാം. ഇതാണ് അസർഗ, അത് മോഹൻ ചേട്ടൻ. ഇവരുടെയാണ് നമ്മുടെ വില്ലേജ് റെസ്റ്റോറൻറ്റ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും തന്നെ അല്ലേ ഉള്ളൂ? രണ്ടൊരു പാർട്ട്നേഴ്സ്. ഓക്കെ. നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 7 മാസമാകും. ഫെബ്രുവരി 9 സ്റ്റാർട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. കാരണം ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഇങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ട്. കാരണം അവർ വന്ന് കഴിച്ചിട്ടുണ്ടോണ്ട് ഇവിടെ ഇടിയിറച്ചി അങ്ങനെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതൊക്കെ പലതും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്പെഷ്യാലിറ്റീസ്, നല്ല ഫ്രഷ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്നത്. ശരിക്കും എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ഫുഡ് എങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ സീ ഫുഡ് എന്തായാലും ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ബീച്ചിനും ബാക്കിയെല്ലാം അടുത്ത് തന്നെയാണല്ലോ. പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വെക്കാറില്ല, മിനിമം ക്വാണ്ടിറ്റി. സോ എവറി ഡേ പർച്ചേസ് ആണ്. സോ അപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നിങ്ങൾ തന്നെ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന്? അല്ല, ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇവിടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തുകൊണ്ട് നമ്മൾ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ? ഇതൊരു വില്ലേജ് ഏരിയ ആണ്. അതും ഹൈവേയിൽ ഏറ്റവും നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് അതായിരുന്നു. അതുകൊണ്ട് വില്ലേജ് റെസ്റ്റോറൻറ്റ്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക, കൂടുതലും നാടൻ ഫുഡ്സ് ആണല്ലോ. ശരി, ഇങ്ങനെ ഒരു ഹൈവേയിൽ എന്തുകൊണ്ട് ശരിക്കും നാടൻ ഫുഡ് തന്നെ കൂടുതലും അതിന് മെയിൻ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് ശരിക്കും പ്രിഫർ ചെയ്യുന്ന നാടൻ ഫുഡുകളാണ് ആൾക്കാർ? കാരണം ഇപ്പോൾ പുറത്ത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ തമിഴ്നാട് നിന്ന് വന്നാലും അവർ സീ ഫുഡ് സ്പെഷ്യാലിറ്റി നാടൻ ഫുഡ് പ്രിഫർ ചെയ്യുന്നത്. അവർ തന്നെയല്ല, നമ്മുടെ കേരളത്തിലുള്ളവരിപ്പോൾ അവരാലും തിരിയുന്നുണ്ട്. ബാക്കിയുള്ള കുസീൻസ് നാടൻ ഫുഡാണ് ചോദിക്കുന്നത്. സെലക്റ്റീവായിട്ട് ഇപ്പോൾ ആൾക്കാർ നാടൻ ഫുഡിലേക്ക് തിരിയുന്നവർ. അത് നല്ലൊരു കാര്യം. ശരിക്കും നമ്മുടെ വയറിനും ബാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ശരിക്കും നാടൻ ഫുഡ് തന്നെ വളരെ നല്ലതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടം ബാക്കി കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് നല്ലതാണ്. നിങ്ങൾ കേട്ടറിഞ്ഞ് വന്ന പോലെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും വില്ലേജ് റെസ്റ്റോറൻറ്റ് ഇത് മാത്രമുള്ളതോ വേറെ എവിടെയെങ്കിലും? അല്ല, ഇത് ഫസ്റ്റ് ആണ്. ഹോപ്പ്ഫുള്ളി കുറെ കൂടെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ട്. ശരിക്കും രണ്ടുപേരാണ് ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ അടുക്കള വിശേഷങ്ങളിലോട്ട് അവിടെ പോയിട്ട് പാചകത്തിലൂടെ കിടക്കാമല്ലോ. നമുക്ക് എന്തായാലും അടുക്കളയ്ക്ക് പോവാം. നമ്മുടെ കിച്ചണാണ്. നമ്മുടെ മെയിൻ ഷെഫ് ഷിബു അല്ലേ? വിഷ്ണു ഷിബു അല്ലേ? ഇപ്പം എത്ര ആളാണ് ഇവിടെ? സ്റ്റാർട്ടിങ് എന്നുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് മഹേഷ് മോഹൻ ചേട്ടൻ്റെ മകനാണ്. മോഹൻചേട്ടൻ്റെ മോനാണ്. ഇത് മഹേഷ് ചേട്ടനാണ്. നമ്മുടെ ചേട്ടൻ പേര് വിളിച്ച് ഇനി അങ്കിളിന്ന് വിളിക്കാം. മോഹനങ്ങളുടെ മോഹനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്? ആദ്യം സ്റ്റഫ്ഡ് വരാൽ പുഴുങ്ങിയത്. ചട്നി. ഓ, ഇപ്പൊ പൊളിക്കും, പുളിയും എല്ലാം കൂടി ചേർന്ന്. ഞാൻ കേട്ടില്ല, ഞാനത് അന്തമ്പത്തി ഇങ്ങനെയൊക്കെയാണ് നോക്കണത്. എന്താണ് ചട്നി സ്റ്റഫ്ഡ് വരാൽ പുഴുങ്ങിയത്? പേര് മാത്രം ഇത്തിരി പുഴുങ്ങിയത് സ്റ്റഫ്ഡ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. നമ്മളെ ചട്നി ഉള്ളിൽ മാങ്ങാ ചമ്മന്തി അല്ലേ സ്റ്റഫ് ചെയ്ത് വരാൽ കറി. പുഴുങ്ങാന്നാണ് പറയുന്നത്. കറിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ പാചകം തുടങ്ങാമല്ലേ? അപ്പോൾ ശിവചേട്ടൻ നമുക്കിപ്പോൾ കാണിച്ചു തരും എങ്ങനെയാണ് വരാൽ പുഴുങ്ങിയത് സ്റ്റഫ്ഡ് അല്ലേ? അല്ല, സ്റ്റഫ്ഡ് വരാൽ പുഴുങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ശിവചേട്ടാ, ശരിക്കും ഈ റെസിപ്പി ആരാണ് പറഞ്ഞതെന്ന് ചേട്ടൻ? പ്രായമുള്ള ആൾക്കാരുടെ റെസിപ്പിയാണ്. പ്രായമുള്ള ആൾക്കാരുടെ? പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പ്രായമല്ല, നമ്മുടെ അമ്മൂമ്മമാരുടെ
ആ അവര് പറഞ്ഞു തന്നാണല്ലേ. അപ്പൊ ചേട്ടൻ്റെ വീട് എവിടെയാ ശരിക്കും? തുറവൂര. തുറവൂര് തന്നെ. അപ്പൊ ഈ ഏരിയ കാണപ്പെടുന്ന ഒരു വിഭവമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് വരാല് സ്റ്റഫ് ചെയ്യണം. ഫസ്റ്റ് വരാല് സ്റ്റഫ് ചെയ്യാൻ പോകണം. അപ്പൊ എന്തൊക്കെ ചേർത്ത് സ്റ്റഫ് ചെയ്യുന്നത്? സ്റ്റഫ് ചെയ്യുന്നത് ഇതാണ് വരാൽ ആദ്യം. വരാലിപ്പോൾ ഇതെന്താ ചെയ്യണം നമ്മൾ ആദ്യം? ഫസ്റ്റിലെ തന്നെ ഇത് ഉപ്പും വിനീഗറും ഇട്ട് വാഷ് ചെയ്തു. ഉപ്പും വിനേഗറും ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കണം. എടുത്ത് വെച്ചേക്കാണ്. ഉപ്പും വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് കല്ലിലിട്ട് ഉരയ്ക്കുക. കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് നല്ല പദം വരുന്ന നല്ല ക്ലീൻ ആക്കി വെച്ചേക്കാണ്. ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് ഇത് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫ്ലെക്സിബിൾ ആ സംഭവം. ഇത് ചതച്ചേക്കമാണ്. ചതച്ച് വെച്ചിരിക്കണം. ഇത് ചതച്ചേക്കാണ്. എല്ല് ശരിക്കും എന്താ പറയാ, എല്ലാം പൊടിഞ്ഞിരിക്കും. ഇത് ശരിക്കും ഇട്ട് ചതച്ച് വെച്ചേക്കാണ്. ഇതിനങ്ങനെയാണല്ലോ വേണ്ടത്. ചതയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാം. പതുക്കെ വേണം ചതയ്ക്കാൻ. പിള്ളേരെ തല്ലും പോലെ ആ എല്ലൊക്കെ ശരിക്കും ഒന്ന് ഫ്ലഷ് ഒന്ന് വിട്ട് നിൽക്കുമല്ലേ ചതയ്ക്കുമ്പോ. പതിഞ്ഞ് വരും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിൽക്കും, ഉടഞ്ഞ് ശരിക്കും നിൽക്കും. ഇനിയാണ് നമ്മൾ മസാല നമ്മുടെ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഇതാണ് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ്, ഇത് എന്തൊക്കെയാണ് മിക്സ്? ഇതിൽ ചെറിയ ഉള്ളി, ജിഞ്ചർ, ഇഞ്ചി, കറിവേപ്പില, ഒരു പകുതി കോക്കനട്ടിന്റെ പീര, തേങ്ങാപ്പീര, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ എന്താണ് ചെറിയ ഉള്ളി എല്ലാം കൂടി, മാങ്ങയുണ്ട്. ആ മാങ്ങയും കൂടി എല്ലാം കൂടി ശരിക്കും നന്നായിട്ട് ചതച്ച് വെച്ചേക്കല്ലേ. പിന്നെ പച്ചമുളകുണ്ട്, ജീരകം, നല്ലൊരു എന്താ പറയുക കട്ടച്ചമ്മന്തി, ഉപ്പും നല്ലൊരു കട്ടച്ചമ്മന്തി ഫീൽ ചെയ്യാം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ. ഇതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റഫ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് സ്റ്റഫ് ചെയ്യാൻ പോവാം നമ്മൾ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തേങ്ങയും മാങ്ങ എല്ലാം കൂടി അടച്ച് വീട്ടിലുണ്ടാക്കിയ ഒരു ചമ്മന്തിയില്ല, കട്ടച്ചമ്മന്തി, അത് ഞാൻ മീനിലേക്ക് സ്റ്റഫ് ചെയ്യുക. ശരിക്കും നല്ല ചമ്മന്തി കേട്ടോ. ഇത് തന്നെ മതി കഞ്ഞി കുടിക്കാൻ. ഇപ്പം ഇത് മീനിൽ കയറ്റി ഇത് മീനിൽ വെച്ച് എന്താ പറയുക കറി, നമ്മൾ ശരിക്കും കറി എന്ന് പറയും, പുഴുങ്ങിയെന്ന്, അത് പല പേരാണല്ലോ. അത് പുഴുങ്ങിയെടുത്ത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ചമ്മന്തിയും ആ ഒരു എരിവും ബാക്കിയെല്ലാം കൂടി പിടിക്കുമ്പോൾ ഉഗ്രനാവുമല്ലേ. എന്തായാലും കഴിച്ചേ പറയാൻ പറ്റും ബാക്കി. ചേട്ടൻ ഇതിനു മുമ്പ് നാടൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? ബാക്കി എല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് ഇതാണ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാടനിലോട്ട് തിരിയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കഴുത്തോളം കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ കഴുത്തോളം മീനിൻ്റെ കഴുത്തോളം അല്ല, ശരിക്കും ചുണ്ടിൻ്റെ അവിടം വരെ ചമ്മന്തി, ശരിക്കും നമ്മുടെ ചമ്മന്തി സ്റ്റഫ് ചെയ്തങ്ങ് വെച്ചേക്കാണ്. ഇപ്പോൾ മറ്റേ ഇങ്ങനെ ഇരുന്ന മീൻ വരാൽ ഇപ്പോൾ നല്ല എന്താ സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്തില്ലേ, ഇത് ശരിക്കും കറി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലെ വറുക്കും അങ്ങനെ എന്തെങ്കിലും കൂടി ചെയ്യാറുണ്ടോ? ഇത് നമ്മൾ കുറച്ച് എണ്ണയിട്ട് തിരിച്ചും മറിച്ച് എടുക്കാമല്ലേ? അങ്ങനെ ഒന്ന് മൂപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. അതെ, അതാണ് പല രീതിയിലും നമുക്ക് കഴിക്കാം. കറി വെച്ച് കഴിക്കാം, പിന്നെ ഒന്ന് ചെറുതായിട്ടൊരു ഹാഫ് ഫ്രൈ അല്ലേ, പകുതി വേവില്, അതായത് എന്താ പറയുക അങ്ങ് കറുമുറ ആയിട്ടുമില്ല എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിലൊക്കെ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം അല്ലേ.